ഇപ്പോൾ പൂതനയുടെ മോക്ഷം അല്ലെ, ഭഗവാൻ ഉണ്ണിയായിരിക്കുന്ന സമയത്ത് ആദ്യം ഭഗവാനെ കൊല്ലാൻ വരുന്ന ആളാണ് പൂതന. ഏറ്റവും കുഞ്ഞായിട്ട് ജനിച്ച ഒരു 4 ദിവസം കഴിയുമ്പോഴേക്കും പൂതന വരും. അപ്പോൾ പൂതന ഭഗവാന് ഈ പറയുന്ന പാല് കൊടുക്കുന്നു. ഈ സമയത്ത് പൂതന വരുന്ന സമയത്ത് തന്നെ ഭഗവാൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പൂതനയെ നോക്കുന്ന സമയത്ത് ഭഗവാൻ കണ്ണടച്ചു എന്നാണ്. പൂതന വരുന്ന സമയത്ത് കണ്ണടച്ചു. കണ്ണടച്ചതിനെ പോലും 10-25 തരത്തിൽ വ്യാഖ്യാനിക്കും എന്തിനൊക്കെയാണ് കൃഷ്ണൻ കണ്ണടച്ചെന്നുള്ളത്. അത് പലതരത്തിൽ വ്യാഖ്യാനിച്ചിട്ടാണ് ഈ കൃഷ്ണനെ എടുത്തിട്ട് ഇവർ ഈ പാല് കൊടുക്കുന്നത്. പാല് കൊടുക്കുന്ന സമയത്ത് എൻ്റെ അമ്മ പോലും എനിക്ക് പാല് തരണതിന് മുമ്പ് എനിക്ക് പാല് തന്നല്ലോ, എൻ്റെ അമ്മയ്ക്ക് തുല്യമായിട്ടുള്ള മോക്ഷം ഞാൻ നിനക്ക് തരുന്നു എന്നാണ് കഥ പറയുന്നത്. ആ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വിട്ടേക്കും, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥ. കൃഷ്ണൻ പാല് കുടിച്ച് കൊന്നു പൂതന എന്നൊക്കെ. പൂതന എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? പൂതന എന്നാണ്. എന്ന് വെച്ചാൽ പുണ്യമായിട്ടൊന്നും ഇല്ലാത്തവൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഭഗവാൻ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കിത് തന്നല്ലോ, ഞാൻ നിനക്ക് എന്താ തരാന്ന് വെച്ചിട്ട് ഇങ്ങനെ നോക്കി ഇത്ര എന്തെങ്കിലും എടുക്കാനുണ്ടോ, എന്തെങ്കിലും എടുത്തിട്ട് തിരിച്ചു കൊടുക്കുന്ന പരിപാടി ഭഗവാനുള്ളൂ. നോക്കുമ്പോൾ പ്രാണൻ ശുദ്ധമാണെന്നാണ് കേട്ടത് പൂതനയുടെ. ബാക്കിയൊക്കെ ഈ പറയുന്ന പോലെ ഡിഫക്റ്റഡ് ആണെന്നുണ്ടെങ്കിലും പ്രാണൻ പ്യുവറാണ്, ഒരു കളങ്കവും ഇല്ല. ഭഗവാൻ പ്രാണനെ ഇങ്ങോട്ട് എടുത്തു എന്നാണ്.